ഇതിന്ന് സർവീസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു പോക്കോ X3 ആണ്. കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ് വൈഡ് ആംഗിൾ ക്യാമറ വർക്കാവുന്നില്ല എന്നാണ് പറഞ്ഞത്. ചെക്ക് ചെയ്തപ്പോൾ പ്രോസറിൻ്റെ കംപ്ലയിൻറ്റ് തന്നെയാണ്, കോമൺ ആയിട്ട് വരുന്ന ഇഷ്യൂ ആണ്. സോ പ്രോസർ റീബോളിങ്ങിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ്. പ്രോസർ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടും പ്രോസർ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഷീൽഡിൻ്റെ ഈ ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഷീൽഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 2Lൻ്റെ IC ഗ്രൈൻഡ് ചെയ്യുന്ന ടൂളാണ്. നോർമൽ പ്ലെയർ യൂസ് ചെയ്തും കട്ട് ചെയ്യാം. ഇനി ICയുടെ സൈഡിൽ കാണുന്ന ഈ ഗമ്മെല്ലാം റിമൂവ് ചെയ്ത് ഒഴിവാക്കണം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ടൂളാണിത്. ഇത് ബെൻഡായിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് റിമൂവ് ആയി കിട്ടും. ഇതുപോലെ തന്നെ IC പൊക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണിത്. ICയുടെ അകത്തുള്ള ഗമ്മ് കളയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണിത്. ICയുടെ സൈഡിൽ വരുന്ന ഗമ്മ് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഷാർപ്പായിട്ടുള്ള ഈ നൈഫ് യൂസ് ചെയ്തിട്ട് ചെയ്യുക. ഓവർ പ്രസ് ചെയ്യരുത്. പ്രസ് ചെയ്ത് അകത്തുള്ള പുറത്തുള്ള പ്രിൻറ്റ് മിസ്സാവും. സോ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഹീറ്റ് എത്ര ഉണ്ടല്ലോ താഴെ ചെറിയൊരു ഇമേജാക്കി കൊടുത്തിട്ടുണ്ട്. 200 ഹീറ്റ്, അതേപോലെ 20 എയർ. ഇതിട്ടിട്ട് വീഡിയോ 4x ഫാസ്റ്റിലാണ്, അതാണ് അത്യാവശ്യം ഫാസ്റ്റായിട്ട് തോന്നുന്നത്. സമയം എടുത്തിട്ട് സാവധാനം ചെയ്താൽ മതി. IC റിമൂവ് ചെയ്യുന്നതിന് മുന്നായിട്ട് ICയുടെ മുകളിൽ കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുന്നേ ആയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന EMMCയുടെ മുകളിൽ പ്രൊട്ടക്ഷൻ വെക്കാൻ മറക്കരുത്. ഹീറ്റ് പ്രൊട്ടക്ഷൻ വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ EMMC ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. IC റിമൂവ് ചെയ്യുമ്പോൾ 380 ഹീറ്റും 60 എയർ ഇട്ടിട്ട് നോർമൽ ടൈം എടുത്തിട്ട് പൊക്കുക. അകത്തോട്ട് നൈഫ് അകത്തോട്ട് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എല്ലാന്നാണെങ്കിൽ അകത്തുള്ള പ്രിൻ്റ് കട്ടാവാൻ ചാൻസ് ഉണ്ട്. മെല്ലെ മെല്ലെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ICയുടെ ബോൾ മെൽറ്റായ ശേഷം മെല്ലെ നൈഫ് അകത്തോട്ട് കയറ്റി ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ IC റിമൂവ് ആയി കിട്ടും. ICയുടെ മുകളിലുള്ള ഗമ്മ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് 280 ഹീറ്റും 30 എയർ ഇട്ടിട്ട് മെല്ലെ ഓവർ പ്രസ് ചെയ്യാത്ത രീതിയിൽ മെല്ലെ ഗമ്മ് ക്ലീൻ ചെയ്യുക. ഗമ്മ് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഓവർ പ്രസ് ചെയ്താൽ ICയുടെ മുകളിലുള്ള പ്രിൻ്റ് മിസ്സാകും, പ്രിൻ്റ് ഷോർട്ട് ആവാനും ചാൻസ് ഉണ്ട്. അതിനുശേഷം ലെഡ് യൂസ് ചെയ്തിട്ട് ഗമ്മ് ലെഡ് പിടിക്കാത്ത ഭാഗത്ത് നോർമൽ ലെഡ് പിടിപ്പിച്ച് കൊടുക്കുക. നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക, നല്ല രീതിയിൽ ലെഡ് പിടിപ്പിക്കുക. ഓവർ ഷോർട്ട് ആകാതെ നോക്കണം. അതിനുശേഷം സോൾഡറിങ് വിക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ ICയുടെ ബോൾസ് എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടും. ഓവർ പ്രസ് ചെയ്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഫൈവ് നോർമൽ ക്ലീൻ ചെയ്താൽ പക്കായിട്ട് കിട്ടും. ഇനി റീബോളിങ്ങിലേക്ക് നോക്കാം. ബാക്കി റീബോളിംഗ് ആണ്. റീബോൾ ചെയ്യുന്ന ടൈം ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ റീബോളായി കിട്ടും. ഓവർ ട്വിസ്റ്റ് ആവുകയോ ചെയ്യത്തില്ല. PPD ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്താൽ മതി. നോർമൽ യൂസ് ചെയ്യുമ്പോൾ ഓവറായിട്ട് അപ്ലൈ ചെയ്യരുത്. കുറച്ച് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. റീബോൾ ചെയ്യുമ്പോൾ ഹീറ്റ് 270-ലും എയർ 27 ഇട്ടിട്ട് നോർമൽ കുറച്ച് നേരം ഒന്ന് പിടിക്കണം. എന്നാലും സ്റ്റെൻസിൽ ബെൻഡ് ആകാതെ കറക്റ്റായിട്ട് റീബോളായിട്ട് കിട്ടും. മദർ ബോർഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യുന്നതിന് മുന്നായിട്ട് കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ബോൾസ് ഓൾറെഡി ഉള്ള ബോൾസ് ഒന്ന് സോൾഡറിങ് വിക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലുള്ള ഗമ്മ് ക്ലീൻ ചെയ്യണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് സുഖമായിട്ട് എളുപ്പത്തിൽ കിട്ടും. എന്നിട്ട് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുന്ന ടൈമിൽ 280 ഹീറ്റും 30 എയർ ഇട്ടിട്ട് നോർമൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓവർ പ്രസ് ചെയ്യരുത്. പ്രസ് ചെയ്താൽ പ്രിൻ്റ് ഷോർട്ടാകാനും പ്രിൻ്റ് മിസ്സാകാനും ചാൻസ് ഉണ്ട്. ശ്രദ്ധിച്ച് ചെയ്യുക. വീഡിയോ 4x ഫാസ്റ്റിലാണ്, അതാണ് അത്യാവശ്യം ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് തോന്നുന്നത്. പിന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഈ ടൈമിലാണ്. സോൾഡറിങ് വിക്ക് യൂസ് ചെയ്തിട്ട് ലെഡ് വൈപ്പ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് സാധ്യത ഉള്ളത്. ലെഡ് ഷോർട്ട് ആകാനും പ്രിൻ്റ് തമ്മിൽ ഷോർട്ട് ആകാനും
പ്രിൻ്റ് മിസ്സാകാനും നല്ല സാധ്യതയുണ്ട്. അതിനകത്തുള്ള കമ്പോണൻസ് റിമൂവ് ആകാനും സാധ്യതയുണ്ട്. സോ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക. ഇനി ഐ സി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ഫ്ലെക്സ് അപ്ലൈ ചെയ്യുന്നതിന് പകരം റോസിംഗ് ഫ്ലെക്സ് ആണ് ഞാൻ യൂസ് ചെയ്യാറ്. അതിലൊന്നും കൂടി പെർഫെക്ഷൻ ആണ്. ഐ സി വെച്ചിട്ട് ഹീറ്റ് അടിക്കുമ്പോൾ ഐ സി ഇളകി പോകുന്ന കംപ്ലയിൻസ് ഇതിൽ വരില്ല. ഇനി പൊസിഷൻ നോക്കിയിട്ട് ഐ സി കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് 380 ഹീറ്റും 360 ഹീറ്റും 80 എയർ ഇട്ടിട്ട് നോർമൽ നല്ല രീതിയിൽ ഹീറ്റ് അടിച്ച് കൊടുക്കുക. ഹീറ്റ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ട്വിസ്റ്റ് ചെയ്തിട്ട് അടിക്കണം. ഒരു ഭാഗത്ത് മാത്രമായിട്ട് അടിക്കരുത്. ഐ സി മെൽട്ടായി, ഐ സിയുടെ ബോൾ മെൽട്ടായി എന്നുള്ള രീതിയിൽ തോന്നുകയാണെങ്കിൽ 4 ഭാഗത്തു നിന്നും ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ഭാഗം മാത്രം ഷെയ്ക്ക് ചെയ്താൽ പോരാ, 4 ഭാഗത്തുനിന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഐ സി നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഇല്ലയെന്നാണെങ്കിൽ ഒരു ഭാഗത്ത് ഫിക്സ് ആവും, മറ്റേ ഭാഗത്ത് ഫിക്സ് ആവില്ല, ഫോൺ വർക്ക് ആവത്തുമില്ല. ഐ സി ഫിക്സിങ് എല്ലാം കഴിഞ്ഞിട്ട് ബോർഡൊന്ന് കൂളായതിന് ശേഷം ഫോൺ കണക്ട് ചെയ്യുക. ഫോൺ വർക്കിംഗ് ആണ്, പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ് ക്യാമറ വർക്ക് ആവാത്തായിരുന്നു. ക്യാമറ ചെക്ക് ചെയ്ത് നോക്കാം. ക്യാമറ എല്ലാം വർക്കിംഗ് ആണ്. ഇനി വൈഡ് ആംഗിളിലിട്ട് നോക്കാം. വൈഡ് ആംഗിളിലും ക്യാമറ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതേപോലത്തെ വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം.